ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ 2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുവാണ്. നമുക്ക് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ എടുക്കാനായിട്ട് താമസം വന്നതുകൊണ്ടാണ് നമുക്ക് ന്യൂ ഇയറിന് ഇത്രയും വൈകിയൊരു വീഡിയോ വരുന്നത്. നമുക്ക് ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അത് ധൃതിയിൽ തീർക്കേണ്ടത് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റാതെ പോയത്. കഴിഞ്ഞ 2025 നമുക്ക് വളരെ നല്ലൊരു വർഷമായിരുന്നു. ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരുപാട് യൂണിഫോം ഓർഡേഴ്സ് ആണെങ്കിലും അതുപോലെ പുതിയ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ വീഡിയോസ് ആയിട്ടാണ്. നമുക്കതിലെ കുറച്ച് സാരീസ് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു അക്വാ ഗ്രീൻ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് ഒരു പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. അതൊരു പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. റിച്ച് ഡാർക്ക് റെഡിഷ് പിങ്ക് വെച്ച് തുടങ്ങി വൈറ്റിനോട് ചേർന്നൊരു ബേബി പിങ്കിനോട് ചേർന്ന് വരുന്നത് പോലെ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സെൻട്രൽ പോർഷനിൽ ചെറിയ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലീഫും പെറ്റൽസും എല്ലാം കൊടുത്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ്, എന്നാൽ നല്ല സൈസിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം ഏകദേശം വരുന്ന പാറ്റേൺ നമ്മൾ സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടൊക്കെ നേരത്തെ നമ്മുടെ കസ്റ്റമൈസേഷനിൽ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്ക് റെഗുലർ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഡിസൈൻ ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള നല്ല തിക്ക് ഫ്ലവറിന്റെ ഒരു ഫ്ലവർ ബഞ്ചാണ് വരുന്നത്. നിറച്ചും ഫ്ലവേഴ്സും ലീവ്സും വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവർ ബഞ്ചാണ്. അപ്പൊ നല്ല വലുപ്പത്തിൽ ഇത് ഒരു കൈപ്പത്തിയേക്കാളൊക്കെ 2 കൈപ്പത്തി വരുന്ന ഒരു വലുപ്പത്തിൽ വരുന്ന പോലെ വരുന്നൊരു ഡിസൈനാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വന്നിരിക്കുന്നത്. സെയിം സൈസിലുള്ള ഡിസൈൻസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഡെയിലി വെയർ സാരി പോലെ വളരെ മിനിമൽ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡിസൈൻസ് വെച്ച് എന്നാൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലും നല്ലൊരു ഫിനിഷിങ്ങിലും ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട അതേ ഡിസൈൻ തന്നെ അതേ സൈസിൽ വരുന്നത് പോലെ തന്നെയാണ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു ചെരിഞ്ഞു വരുന്നൊരു പാറ്റേണിലാണ് അതിനകത്ത് ഡിസൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇത്രയും നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് നമ്മുടെ ഒരു ലെഗ് പോർഷൻ വരെയും വരുന്നത് പോലെ ഈ ഡിസൈൻസ് വരുന്നതായിരിക്കും. ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈന് ശേഷം റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡിങ് പോസിൽ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റാൻഡിങ് പോസിലെ ഡിസൈൻ വരുന്നത്. അതുപോലെ ഈ ഒരു സാരിയിൽ ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻ വരുന്നത്. ഇപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1995 ആണ്. റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. 1995 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലെ സിൽക്കി കോട്ട സാരിയിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ്. ഈ ഒരു ലാവൻഡറിനോട് കോംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ലൈറ്റർ ഷെയ്ഡും അതുപോലെ ഡാർക്കർ ഷെയ്ഡ്സ് കൂടെ വരുന്നത് പോലെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. തിക്ക് ആയിട്ടുള്ള ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ്. ഒരു ഡാർക്കർ ലാവൻഡറും ഇച്ചിരി ഒരു പർപ്പിളോട് വരുന്നൊരു ഷെയ്ഡ്, അതുപോലെ പിങ്കും ഡബിൾ ഷെയ്ഡ് ത്രെഡ്, അങ്ങനെ 3 ഷെയ്ഡ്സ് ആയിട്ടുള്ള ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോർഷൻ എല്ലാം ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് ഇതിന്റെ ലീവ്സും കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉള്ള ഒരു ഡിസൈൻ ആണ്. ഡിസൈൻ പല്ലുവിന്റെ ഉൾ വരുന്ന എൻഡിൽ ഇതുപോലെ 2 ഫ്ലവറും ഒരു ലീഫും വരുന്ന ഒരു പാറ്റേണിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ആ ഒരു പല്ലുവിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3 ഫ്ലവേഴ്സും ലീഫും വരുന്ന ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ആണ്. ചെസ്റ്റ് പോർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ചെസ്റ്റ് പോർഷൻ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അത്യാവശ്യം ചെറിയ ഒരു ഒറ്റ സിംഗിൾ പാറ്റേൺ ആയിട്ട്, അതായത് ഒറ്റ ഡിസൈൻ ആയിട്ട് ഇച്ചിരി ലെങ്തിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയോ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ ഒറ്റ ഡിസൈൻ ആയിട്ട് റണ്ണിങ് ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. അതും ഒരുപാട് ബോർഡറിനോട് ചേർക്കാതെ കുറച്ചൊരു ബോർഡറിൽ നിന്നൊരു ഗ്യാപ്പ് വിട്ട് കുറച്ചൊരു ഡിഫറൻസോട് കൂടിയാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ കളർ കോമ്പിനേഷൻ ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ള കളർ കോമ്പിനേഷൻ അല്ല, എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ പേസ്റ്റൽ ആയിട്ടുള്ള സാരിയും അതുപോലെ നല്ല മിനിമൽ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേണുമാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ചേർച്ച് വെയർ ആയിട്ടും ഒക്കെ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. സിമ്പിൾ കളർ കോമ്പിനേഷൻസും സിമ്പിൾ എംബ്രോയിഡറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതിന്റെ നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ സ്കാറ്റർ ചെയ്ത് 3 ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ 2 ഫ്ലവറും ലീഫും വരുന്നൊരു പാറ്റേണിൽ 3 ഡിസൈൻസ് ഇതിന്റെ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2199 ആണ്. 2199 rupees ആണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പീച്ച് കളറിൽ ഓർഗൻഡി സാരിയാണ്. കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള തന്നെ ഒരു ഓർഗൻഡി ഫാബ്രിക് ആണ് വരുന്നത്. ഇതിനകത്ത് ആ ഒരു പീച്ച് കോമ്പിനേഷനിൽ തന്നെ വരുന്നത് പോലത്തെ ഒരു റോസ് ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലീവ്സും സെൻട്രൽ ഒരു വലിയ ഫ്ലവറും വരുന്നത് പോലെ ഷാഡോ വർക്കിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലീവ്സും ഈ ഒരു ഫ്ലവർ പാറ്റേണും ഒക്കെ ഷാഡോ വർക്കിൽ തന്നെ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോർഷൻ മാത്രം ഹൈലൈറ്റഡ് ആയിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതുപോലത്തെ കുറേ ഡിസൈൻസ് അറേഞ്ച് ചെയ്താണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. പിന്നെ പല്ലു പോർഷനിൽ തന്നെ ഇതുപോലെ 3 ഡിസൈൻ, അതായത് മെയിൻ എൻഡിൽ കണ്ട ഡിസൈൻ കൂടാതെ സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈനും ഉള്ളിൽ വരുന്ന എൻഡിൽ ഒരു ഡിസൈനും വരുന്നുണ്ട്. സെയിം സൈസിൽ വരുന്ന സെയിം കളർ ടോണിൽ വരുന്ന ഡിസൈൻസ് തന്നെയാണ് ഇതിനകത്ത് ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഓർഗൻഡി ആണെങ്കിലും ഓർഗൻഡി ഫാബ്രിക് എപ്പോഴും നമുക്ക് എംബ്രോയിഡറി ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷ് ലുക്ക് ആയിരിക്കും. അതുപോലെ ഒരു 2-3 വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഒരു ഓൾമോസ്റ്റ് ഇത് സോഫ്റ്റ് ആയിട്ട് കോട്ടൺ സാരിയുടെ ഒരു ഫീൽ തന്നെ വരും. ഫസ്റ്റ് കുറച്ച് വാഷ് വരെ ഈ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവത്തുള്ളൂ. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെയാണ് 4 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന 4 ഡിസൈൻസ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷൻ വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഒരു സിംഗിൾ ഡിസൈൻ സ്റ്റാൻഡിങ് പോസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ ഡിസൈൻ സ്റ്റാൻഡിങ് പോസിലായിട്ടാണ് റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന പോലെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സാരിയിലും ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന സാരീസ്, ഇതുവരെ കാണിച്ച സാരീസിനൊന്നും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടില്ല. എല്ലാം 5.5 മീറ്റർ സാരി മാത്രമാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2375 ആണ്. 2375 rupees ആണ്. ഓർഗൻഡി സാരി ആയതുകൊണ്ടാണ് റേറ്റിന് വ്യത്യാസം വരുന്നത്. ഓർഗൻഡിയുടെ മെറ്റീരിയലിന് നമുക്ക് സിൽക്കി കോട്ടയെക്കാളും കോട്ടൺ ചെക്കോട്ടയെക്കാളും കുറച്ചും കൂടെ ഒരു പ്രൈസ് കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിൽ വരുന്നൊരു സാരിയാണ്. ഇത് കോട്ട ഫാബ്രിക് തന്നെയാണ്. നമ്മുടെ ഒരു ഫ്ലോയി ആയിട്ടുള്ള സിൽക്കി കോട്ടയുടെ തന്നെ വേറൊരു വേരിയന്റ് വരുന്ന ഒരു കോട്ട ഫാബ്രിക്കിൽ ഇതുപോലത്തെ സെറി ബോർഡറും അതുപോലെ ആ ഒരു പല്ലുവിൻ്റെ എൻഡിലും ചെറിയ ആ ഒരു വീവിങ് വന്ന് എൻഡിൽ ടാസിൽസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ സാരിയിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി എന്ന് പറയുന്നത് ബുള്ളിൻ നോട്ട്സും അതുപോലെ ഷാഡോ വർക്കും യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലവർ പാറ്റേൺസ് ഇതിനകത്ത് ചെയ്തിരിക്കുകയാണ്. പല്ലു പോർഷനിൽ ഇതുപോലത്തെ ഈ ഒരു 6 പാറ്റേണിൽ 5 ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ പോർഷൻ വരുന്നത്. ആ ഒരു ബോഡി പോർഷൻ എന്ന് പറയുന്നത് ഇതിന് ഒരു ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും കൂടെ വരുന്ന പോലെ സാരി വരുന്നത്. സെൻട്രൽ പോർഷൻ ഭയങ്കര പേസ്റ്റലായിട്ടുള്ള ഒരു പീച്ച് കളറും വരും. അതുപോലെ ബോർഡർ പോർഷൻ രണ്ടും വരുന്നത് ഇച്ചിരി ഒരു ഡാർക്കർ പീച്ചും വന്നിട്ട് ആ ഒരു ബോർഡർ പോർഷൻ ഇതുപോലെ ഈ ഒരു സെറി വീവിങ്ങും വരുന്നത് പോലെ ഒരു സെറി ബോർഡർ ഉള്ളത് പോലത്തെ സാരിയാണ്. ഇതിന് പല്ലു പോർഷനിലെ ഫസ്റ്റ് ഡിസൈനിന് ശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചെസ്റ്റ് പോർഷനാണ് വരുന്നത്. വളരെ ഫ്ലോയി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമ്മൾ നൈലോൺ കോട്ടയൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് സിൽക്കി കോട്ടയിൽ തന്നെ സിൽക്കി കോട്ട വരുമല്ലോ, ആ ഒരു പാറ്റേണിൽ വരുന്നൊരു പാറ്റേൺ ആണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നമ്മൾ പല്ലു പോർഷനിൽ കണ്ടതുപോലെ തന്നെ 6 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതായത് പീച്ചിനകത്ത് ഈ ഒരു റോയൽ ബ്ലൂവിന്റെ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോർഷനിൽ ഇതുപോലെ ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ടുള്ള ഒരു റോസ് ഫ്ലവറും അതിന് ചുറ്റും ഒരു ഷാഡോ വർക്കിന്റെ പെറ്റൽസും വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ. ഇനി നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുന്നിടത്ത് ഇതുപോലെ സ്കാറ്റർ ചെയ്ത്, ഞാൻ തിരിച്ചാണ് സാരി പിടിച്ചിരിക്കുന്നത്, ബോട്ടം പോർഷനിലെ ഡിസൈൻ ആണ് വരുന്നത്. ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുവാണ്. ഇതുപോലെ 7 ഡിസൈൻസ് ആണ് ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസിന്റെ സ്ലീവ്സിലും ഇതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. 2 സ്ലീവിലും വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2315 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ റയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു
ഷെയ്ഡാണ്. ഇത് നമുക്ക് സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. സൂപ്പർ നെറ്റ് അല്ല, നമ്മുടെ ഈ ഒരു നൈലോൺ കോട്ട, നമ്മുടെ ആ കോട്ടൺ ചെക്കോട്ടയുടെ സെയിം ചെക്സ് വരുന്ന ഫ്ലോയി ആയിട്ടുള്ള സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. ഇതിനകത്ത് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് പോലെ ഇതിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇത് പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈൻ ആണ്. പല്ലുവിന്റെ സെൻട്രൽ പോർഷനിലോട്ട് സെയിം സൈസിലുള്ള ഒരു ഡിസൈനോട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു സൺഫ്ലവറിന്റെ ഒരു കളർ തീമിൽ തന്നെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഫ്ലവർ പാറ്റേൺ നമുക്ക് നോർമലി കാണാറുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫ്ലവർ കളർ ഉണ്ട് ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവേഴ്സിന് കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലുക്കും ഉണ്ട്, ഒരു കളർ കോമ്പിനേഷൻ കൊണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത്. സെയിം സൈസിലുള്ള ഫ്ലവർ ഡിസൈൻസ് ആയിരുന്നു അത് കൊടുത്തിരിക്കുന്ന എല്ലാ ബഞ്ചസും. ഇതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നൈലോൺ കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലോയി ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ ഈ കളേഴ്സ് ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. നമുക്ക് നോർമലി കണ്ടുവരുന്ന ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട്, ഞാൻ പറഞ്ഞ പോലെ ശരിക്കും 3 ഫ്ലവർ ബഞ്ച് വെച്ചിരിക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നൊരു കളർ കോമ്പിനേഷനാണ്. ഇങ്ങനത്തെ 3 ഫ്ലവർ ബഞ്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2095 ആണ്. 2095 റുപ്പീസ് ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഈ പ്രൈസ് എല്ലാം ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്യാത്ത പ്രൈസുകളാണ്. ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരുന്നത് ഓരോ സ്ഥലം അനുസരിച്ചും നമ്പർ ഓഫ് സാരി അനുസരിച്ചും ആയിരിക്കും, അതായത് വെയിറ്റ് അനുസരിച്ചും ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ അത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ പ്ലേസ് അനുസരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർ കളക്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ സാരീസ് എല്ലാം നമ്മൾ വരുന്ന വീഡിയോകളിലായിട്ട് കാണിക്കാം. അതുപോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസിന്റെ ഒക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.